ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ കരുണയുടെ ആലയത്തിൽ കരുണയുടെ നൊവേനയിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടതല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. ഈ ഒരു ആലയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുക എന്നത് തന്നെ ദൈവപിതാവ് ഇവിടെ ആയിരിക്കുന്ന സകലരുടെയും മേൽ കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. പിതാവിനാൽ നമ്മൾ ആകർഷിക്കപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയത്തിൽ നമുക്ക് കർത്താവിന് നന്ദി പറയാം. കാരണം അവിടുന്ന് നമ്മളെ പ്രത്യേകമായി ആകർഷിക്കുന്നു, നമ്മുടെ മേൽ കരുതലുണ്ട്. ഈ കാലഘട്ടത്തിൽ പിശാചിന്റെ ഒത്തിരിയേറെ കെണികളുണ്ട്. അതിൽ തന്നെ വലിയൊരു കെണിയാണ് ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവജനത്തിന്റെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളത്. ലോകത്തിൽ ഒരിടത്തും പ്രത്യാശയില്ലാത്ത മനുഷ്യൻ ഓടുമ്പോൾ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാം എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ, ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, ഏത് കഠിന പാപിയും അവസാന നിമിഷമാണെങ്കിൽ പോലും എൻ്റെ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് വിളിക്കും. പക്ഷേ പിശാച് അത് ആഗ്രഹിക്കുന്നില്ല. കാരണം അവൻ ഒത്തിരിയേറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓരോ വ്യക്തികളെ അവന്റെ അടിമത്തത്തിലാക്കി കഴിയുമ്പോൾ ഏറ്റവും അവസാനം നല്ല കളയിൽ കുരിശിൽ കടന്ന് ദൈവത്തിൽ നിന്ന് വിളിച്ചതുപോലെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി വിളിച്ച് ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് പിശാച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവ കരുണയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും ദൈവ കരുണയെക്കുറിച്ചുള്ള സന്ദേശങ്ങളും പരമാവധി ലോകത്തിൽ മറയ്ക്കപ്പെടുവാൻ വേണ്ടി പിശാച് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കെണികൾ ഒരുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ഈ ദേശത്ത് കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് അതിൻ്റെ വെളിപാടുകൾ തിരിച്ചറിയാൻ കർത്താവ് ക്രമ തന്നു. തുടർന്ന് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പത്രോസിനോട് കർത്താവ് കാണിച്ച കാരുണ്യത്തെക്കുറിച്ചും ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ കരുണയിലൂടെ ദൈവം ചൊരിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ കൊലപാതകം നടത്തിയ കായൻ സ്വന്തം സഹോദരന്റെ രക്തം ചിന്തിയതിന്റെ പേരിൽ ശപിക്കപ്പെടാനായി തീർന്ന കായൻ. ഈ കായനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കായന്റെ മേൽ ദൈവം കൊടുക്കുന്ന വലിയൊരു സംരക്ഷണമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ സഹോദരന്റെ രക്തത്തിന്റെ വില ആരോപിക്കപ്പെട്ട കായൻ ശപിക്കപ്പെടാനായി തീരുമ്പോൾ കായൻ 4-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഭൂമിയിൽ ആദ്യ മാതാപിതാക്കൾ പർദീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അതുമായി ചേർന്ന് മനുഷ്യന്റെ പതനത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കൊലപാതകത്തെ ഉത്തരവാദിയായ കായൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവമേ, ഈ ശാപം, ഈ പ്രത്യാഘാതം, ഈ തിന്മ എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ്. ഒരു പാപി, ശപിക്കപ്പെട്ടവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്, ഈ ശിക്ഷ എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ്. എന്നിട്ട് അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടി പായിച്ചിരിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ശപിക്കപ്പെട്ടവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോ, ശപിക്കപ്പെട്ടവൻ ദൈവത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ ദൈവം പറയുന്ന മറുപടി ഇതാണ്, നീ എന്നേക്ക് ശപിക്കപ്പെടുന്നതായിരിക്കുന്നല്ല പറയുന്നത്, കായനെ കൊല്ലുന്നതിന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. കാരണം അവനെ ആരും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ദൈവം മുദ്രയിടുകയാണ്. അടുത്ത വാക്യം പറയുന്നു, ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആബേലിനെ കൊന്ന കായലിനെ പോലെ ജീവിതത്തിലെ എത്ര വലിയ തിന്മയുമായിട്ട് വന്നാലോ അവൻ ദൈവത്തോടൊന്ന് വിളിച്ചാൽ, ദൈവമേ ഇതെനിക്ക് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണെന്ന് പറഞ്ഞാൽ, ഓരോ പാപിയുടെ അനുദപിക്കുന്ന പാപിയുടെ മേൽ ദൈവം ഒരു മുദ്രയിടും. കായന്റെ മേൽ ഇട്ടതുപോലെ തിന്മ നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, ലോകം നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ, തകർച്ച നമ്മുടെ മേൽ വരാതിരിക്കാൻ, ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം ഇട്ടു. അനുദപിക്കുന്ന പാപിയുടെ മേൽ, ദൈവമേ എന്ന് വിളിക്കുന്ന, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവം ചൊരിയുന്ന ഒരു മുദ്രയാണിത്. ഇന്ന് ഈ കരുണയുടെ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ ഈ ഡിവൈൻ മേഴ്സി സൈനിൽ നമ്മൾ വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള തിന്മ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മേലും ദൈവം ഒരു മുദ്ര ഇടുന്നുണ്ട്. കായന്റെ മേൽ പതിപ്പിച്ചതുപോലെ ഒരു മുദ്ര. വീണ്ടും യോനായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ ഈ കരുണ വളരെ വിശാലമായി വചനം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. യോനായുടെ പുസ്തകത്തിൽ നമുക്കറിയാവുന്ന കാരണം, നിനവെ നശിപ്പിക്കപ്പെടാൻ വേണ്ടി കർത്താവ് തീരുമാനിച്ചു, പ്രവാചകനെ അങ്ങോട്ട് അയച്ചു.
പ്രവാചകൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യോനയുടെ പ്രവചനം 4-ാം അധ്യായത്തിൽ അതിൽ 2-ാമത്തെ വാക്യത്തിന്റെ പകുതിയാകുമ്പോഴേക്കും യോന പ്രവചനം നടത്തിയിട്ട് കർത്താവിനോട് പറയുന്നു, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പഴയ നിയമത്തെ പ്രവാചക കർത്താവ് പറയാം, അവിടുന്ന് ക്ഷമാശീലനോ ദയാലുവോ കാരുണ്യവാനോ ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ശിക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ചിന്തയാണ് അനേകരുടെ മനസ്സിലുള്ളത്. വചനം പഠിപ്പിക്കുന്നു, അവിടെ ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമായ ഒരു ദൈവമാണ്. ഇതിൽ 4-ാം അധ്യായത്തെ അവസാനമാകുമ്പോഴേക്കും യോനായ്ക്ക് വേണ്ടി തന്റെ ദൈവത്തോട് പോലും കോപിച്ച്, തുടർന്ന വാക്യങ്ങളിൽ ദൈവത്തോട് കോപിക്കുന്ന യോനയെ കുറിച്ച് പറയുന്നത്, ദൈവത്തോട് പോലും കോപിച്ച് ആ ദേശത്ത് മാറിപ്പോകുന്ന യോനായ്ക്ക് തണലുണ്ടാക്കാൻ വേണ്ടി ഒരു ചെടിയെ ഉയർപ്പിക്കുന്ന ദൈവം, ദൈവത്തോട് പോലും മല്ലടിച്ചു പോകുന്ന പ്രവാചകന് വേണ്ടി തണൽ കൊടുക്കാൻ ഒരു ചെടിയെ ഉയർത്തുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ കരുണ. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ഒരു ചെടി മുളപ്പിച്ചു. നമ്മൾ ദൈവത്തോട് കോപിച്ചു പോവുകയാണെങ്കിൽ പോലും, ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ് പോവുകയാണെങ്കിൽ പോലും, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തണലിന് വേണ്ടി ഓരോ ദേശങ്ങളിൽ ദൈവം ഓരോ ചെടി, അത് ജോലി മേഖലയിലായിരിക്കാം, പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, ആത്മീയ മേഖലയിലായിരിക്കാം, ഒരു ചെടി കർത്താവ് മുളപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ആ ചെടി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് യോനായ്ക്ക് തിരിച്ചറിവ്, ദൈവത്തിന്റെ കോപം വീണ്ടും വരുന്നു. 11-ാമത്തെ വാക്യം നമ്മൾ കാണുന്നു, ദൈവമായ കർത്താവ് യോനോട് ചോദിക്കുകയാണ്, ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ. സ്വന്തം പ്രവാചകന് ഇഷ്ടത്തിന് വിപരീതമായി പോലും ദൈവം ജനത്തോട് കരുണ കാണിക്കുന്നു. ആരുടെയും നാശത്തിൽ സ്വർഗം സന്തോഷിക്കുന്നില്ല. കാരണം സ്വർഗത്തിന് സന്തോഷം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധൂർത്തമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിനെ കുറിച്ചും നഷ്ടപ്പെട്ട ഒരാടിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്, ആരും നശിച്ചു പോകാൻ, ഏറ്റവും കഠിന പാപി പോലും നശിച്ചു പോകാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം തന്റെ കരുണ ഈ ലോകത്തിലേക്ക് വർഷിക്കുന്നത്. പഴയ നിയമത്തിൽ കായന്റെ മേലും നിനവെ നിവാസികളുടെ മേലും ഇസ്രായേൽ ജനത്തിന്റെ മേലും കരുണ വർഷിച്ച കർത്താവ് പുതിയ നിയമത്തിൽ നമ്മൾ പത്രോസിന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ഒരുപക്ഷെ 12 അപ്പസ്തോലന്മാരിൽ വെച്ച് രേഖപ്പെടുത്തപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ സംഭവിച്ച അപ്പസ്തോലൻ പത്രോസ് അപ്പസ്തോലനാണ്. യുദാസ് ഒറ്റിക്കൊടുത്തു. യുദാസ് ആ വഴി പോയി ആത്മഹത്യ ചെയ്തു. ബാക്കി അവശേഷിക്കുന്ന 11 അപ്പസ്തോലന്മാരിൽ ഏറ്റവും കൂടുതൽ കുരുത്തക്കേടുകൾ ചെയ്തതായിട്ട്, അബദ്ധങ്ങൾ ചെയ്തതായിട്ട് വിശുദ്ധ സാക്ഷ്യപ്പെടുന്നത് അത് പത്രോസ് ലീഹയെ കുറിച്ച് കാണാൻ. കഴിഞ്ഞ നാളിൽ ഈ പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചപ്പോൾ, പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഒത്തിരിയേറെ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ സൗഖ്യം വരുന്ന അനുഭവം അച്ഛന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായി. പലപ്പോഴും ധ്യാനങ്ങളിൽ ഈ പത്രോസ് ലീഹയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനേകരുടെ ഹൃദയങ്ങളിൽ വലിയൊരു മാനസാന്തരവും വലിയൊരു പ്രത്യാശയും വന്ന അനുഭവം ഉണ്ടായത് അച്ഛൻ ഓർക്കുകയാണ്. ഇന്ന് പത്രോസ് ലീഹയുടെ ജീവിതത്തിൽ കർത്താവ് വർഷിച്ച കരുണയെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നതനുസരിച്ച് ഏകദേശം 8-9 പ്രാവശ്യത്തിലധികം പത്രോസ് ലീഹ ദയനീയമായി പരാജയപ്പെടുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായ ഓർഡർ അല്ലെങ്കിലും അതിൽ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് പ്രവചനം നടത്തുമ്പോൾ 12 അപ്പസ്തോലന്മാരെ കൂടെയുള്ള ജനങ്ങൾ കൂടെയുള്ള, പക്ഷെ പത്രോസ് ഈശോയൊന്ന് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഗുരു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. 3.5 വർഷത്തെ പരിശീലനത്തിന് അവസാനം കുരിശിലേക്ക് യേശു അടുക്കുന്തോറും, കുരിശുമരണത്തിലേക്ക് യേശു അടുക്കുന്തോറും ഈശോയെ സപ്പോർട്ട് ചെയ്യേണ്ട ശിഷ്യൻ, ബാക്കി അപ്പസ്തോലന്മാരെ യേശുവിലേക്ക് നയിക്കേണ്ട ശിഷ്യൻ, ഇതാ യേശുവിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാതെ പരാജയപ്പെടുന്ന മാത്രമല്ല യേശുവിനെ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പത്രോസ് പരിശ്രമിക്കുന്നു. നിനക്ക് ഈ കുരിശ് സംഭവിക്കരുത്. അവിടെ പത്രോസിന്റെ പരസ്യമായ കർത്താവ് സാത്താനെ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. എങ്കിലും പത്രോസ് തള്ളിക്കളയപ്പെട്ടില്ല. സാത്താനെ വിളിച്ചു, കർത്താവ് തിരുത്തി മുന്നിട്ട് പോവുക. കുരിശ് സംഭവിക്കരുത് എന്ന പ്രബോധനവുമായി പത്രോസിന്റെ ആദ്യത്തെ പരാജയം.
രണ്ടാമത്തെ പരാജയം നമ്മൾ കാണുന്നത്, ദുഷ്ടനെ എതിർക്കരുത്, നിങ്ങളുടെ ഒരു കവള് തടിക്കുന്നതിന് മറ്റേ കവള് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞ് ആ പ്രബോധനം ഭാവിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ നിയോഗിച്ച് അവരുടെ തലവനായി പത്രോസിനെ നിയോഗിച്ചിട്ടും ഗെത്സമനയിൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി പടയാളികൾ വരുമ്പോൾ പത്രോസ് എന്ത് ചെയ്തു നമുക്കറിയാം. മുക്കുവനായ പത്രോസ് ഒരു കവളത്ത് അടിച്ചാൽ മറ്റേ കവള് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രബോധനം കിട്ടി 3.5 വർഷത്തെ ട്രെയിനിങ് കിട്ടിയ പത്രോസ് വാളെടുത്ത് വെട്ടി. വീണ്ടും പത്രോസ് അപ്പോസ്തലൻ ദയനീയമായി പരാജയപ്പെടുകയാണ്. യേശുവിന്റെ പ്രബോധനവും യേശുവിന്റെ ശൈലിയുമായി ചേർന്ന് പോകാതെ ലോകത്തിന്റെ ശൈലി സ്വന്തമാക്കിയ ഒരു പത്രോസ് അപ്പോസ്തലൻ വാളെടുത്ത് വെട്ടുന്നു. രണ്ടാമത് പത്രോസ് ലീഗ പരാജയപ്പെടുന്നു. മൂന്നാമത് വീണ്ടും നമ്മള് പെസഹ തിരുനാളിന്റെ ദിവസം ഈശോ താലത്തിൽ വെള്ളമെടുത്ത് അരയിൽ കച്ചവെട്ടി ശിഷ്യന്മാരുടെ കാല് കഴുകാൻ വേണ്ടി വരുമ്പോ 12 അപ്പസ്തലന്മാരെ 11 പേര് ശാന്തമായിട്ടിരിക്കുമ്പോ പത്രോസ് ചാടി ഇറങ്ങി പറഞ്ഞു, എന്റെ കാല് മാത്രം കഴുകാൻ പറ്റില്ല. ഈശോയുടെ സ്നേഹത്തെ പ്രതി ആയിരുന്നെങ്കിലും പക്ഷെ ഞങ്ങളുടെ ആരുടെയും കാല് കഴുകാൻ പറ്റില്ല എന്നായിരുന്നു ശരിക്കും പത്രോസ് പറയേണ്ടിരുന്നത്. പത്രോസ് പറഞ്ഞത് എന്റെ കാല്. പത്രോസ് പലപ്പോഴും പറയുമ്പോ എന്റെ, ഞാൻ എന്ന വാക്കുകള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ, ഞാൻ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെയോ ഒരു ഓവർ കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു കാര്യമുണ്ട്. പത്രോസ് എന്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാല് കഴുകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നായിരുന്നു പത്രോസ് പറയുന്നത്. പത്രോസ് എന്റെ കാല്. 12 അപ്പോസ്തലന്മാര് പത്രോസിന്റെ കാലിന് ഇതിന് പ്രത്യേകതയുണ്ടാവും. എന്റെ കാല് കഴുകാൻ സമ്മതിക്കില്ല. അവിടെ ഈശോ പറഞ്ഞു ബോധ്യപ്പെടുന്നുണ്ട്, ഞാൻ നിന്റെ കാല് കഴുകിയില്ല, നിനക്ക് എന്നോട് പങ്കില്ല. 5 മിനിറ്റ് മുമ്പ് കാല് കഴുകണ്ട എന്ന് പറഞ്ഞ പത്രോസ് ഇപ്പൊ പറഞ്ഞു, എന്നെ എന്നാ മുഴുവനും കഴുകണം. പറയുന്ന കാര്യത്തിൽ ഒരു സ്ഥിരതയും ഇല്ലാത്ത പത്രോസ്, ഒരു നേതാവിന് വേണ്ട സ്ഥിരതയില്ലാത്ത പത്രോസ്. നേരത്തെ പറഞ്ഞ കാല് കഴുകരുത്, ഇപ്പൊ എന്നെ മുഴുവനും. അവിടെയും പറയുന്നത് എന്നെ മുഴുവനും കഴുകാനാണ് പറയുന്നത്, ഞങ്ങളെ കഴുകാൻ വേണ്ടി അല്ല. പത്രോസ് ദയനീയമായി പരാജയപ്പെടുകയാണ്. കാല് കഴുകരുത്, വീണ്ടും പറയുന്നു എന്നെ മുഴുവനായി കഴുകണം. 4ാമത്തെ പത്രോസ് പരാജയപ്പെടുന്ന മേഖല, യേശു പറഞ്ഞു നിങ്ങളെല്ലാം തള്ളിപ്പറയും. ഇപ്പൊ തള്ളിപ്പറയുന്ന പറയുന്ന സമയത്ത് പത്രോസ് പറയുന്നുണ്ട്, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയുകയില്ല. ഞാൻ കേപ്പയാണ്, ഞാൻ പാറയാണ്, ഞാൻ തലവനാണ്. ആരൊക്കെ തള്ളി പറഞ്ഞാലും 12 പേരിയ്ക്കുമ്പോ ആരൊക്കെ തള്ളി പറഞ്ഞാലും, ചില കുടുംബത്തിൽ അമ്മച്ചല്ലേ ഇവിടെ ആര് നോമ്പ് നോറ്റില്ലേ ഇപ്രാവശ്യം ഞാൻ നോമ്പ്, ആര് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉറങ്ങിയാലും ഞാൻ ഇപ്രാവശ്യം ഉറങ്ങാതെ. പത്രോസ് ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല. അവിടെയും ഞാൻ എന്ന വാക്ക പത്രോസ് കൂടുതൽ, ഞാൻ തള്ളി പറയില്ല. പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് അവർ ഓടിപ്പോയി എന്നോ പറയുന്നുള്ളൂ. പക്ഷെ പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് സുവിശേഷം പറയുന്നു പത്രോസ് തള്ളി പറഞ്ഞു. പത്രോസ് എടുത്ത തീരുമാനം നേരെ വിപരീതമായി സംഭവിച്ചു. ദയനീയമായി പരാജയപ്പെട്ടു. തള്ളി പറയില്ല എന്ന് മാത്രം 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ഏറ്റവും അവസാനം വഴി പത്രോസ് ശപഥം ചെയ്ത് ആണയിട്ട് പറയുന്നുണ്ട്, അവനെ ഞാൻ അറിയുക പോലുമില്ല. നിങ്ങൾ ഈ പറയുന്ന മനുഷ്യൻ ഞാൻ അറിയുക പോലും. ശപഥം ചെയ്ത് ആണയിട്ട് പത്രോസ് പറയുകയാണ്. ദയനീയമായി പത്രോസ് പരാജയപ്പെട്ടു. ഇതൊന്നും രഹസ്യം സംഭവിച്ച കാര്യമല്ല. അവിടെ ശിഷ്യന്മാരുടെ മുമ്പിൽ നടന്ന കാര്യങ്ങള് അപ്പോസ്തലന്മാര് പരസ്യമായി എഴുതി വെച്ചു. 2000 വർഷം കഴിഞ്ഞിട്ട് ഡിവൈൻ വേർഷൻ സൈഡിലും വായിക്കുമ്പോ, സുവിശേഷം വായിക്കുമ്പോ ഇത് ജനം അറിഞ്ഞുകൊണ്ടിരിക്കുക. രഹസ്യമൊന്നുമല്ല, പബ്ലിക്കായിട്ട്. പത്രോസിന് നാണക്കേടുണ്ടോ? പത്രോസിന് ആന്തരികമുറി ഉണ്ടായിട്ടുണ്ടാവോ? പത്രോസിന് അഭിമാനം പോയിട്ടുണ്ടാവോ? എന്തായാലും പത്രോസ് തള്ളി പറഞ്ഞു. പല പ്രാവശ്യം ആണയിട്ട് തള്ളി പറഞ്ഞു. 5ാമത്തെ ഒരു മേഖല, വീണ്ടും ശിഷ്യന്മാരൊക്കെ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈശോ വെള്ളത്തിന് മീതെ നടന്നു വരുന്നു. വെള്ളത്തിന് മീതെ നടന്നു വന്ന ഉടനെ ശിഷ്യന്മാര് ഗുരു എന്നല്ല വിളിച്ചത്, മറിച്ച് ഇതാ ഭൂതം വരുന്നു എന്നാണ്. 3.5 വർഷത്തോളം കൂടെ നടന്ന് അപ്പം കൊടുത്ത് പോറ്റി വളർത്തി എല്ലാ കുരുത്തക്കേടുകളിലും താങ്ങു നടനുമായി സംരക്ഷിച്ച് പോന്ന ഈ ശിഷ്യന്മാരെ കരുണ കാണിച്ച് സംരക്ഷിച്ച കർത്താവിനെ കണ്ടപ്പോ ഭൂതം എന്നാണ് ശിഷ്യന്മാരെ വിളിച്ചത്. ന്യായമായിട്ടും ഈ പത്രോസെങ്കിലും പറയണ്ടായിരുന്നല്ലോ, അത് ഭൂതമല്ല, അത് കർത്താവാണ്. ഇവിടെ സാക്ഷാൽ യേശുവിനെ നോക്കി ശിഷ്യന്മാര് ഭൂതം എന്ന് വിളിച്ചെങ്കിൽ, ഒരു ഭാര്യ വല്ലപ്പോഴും ഭർത്താവിനെ ഭൂതം എന്നൊക്കെ വിളിച്ചാൽ
ഭർത്താവും മക്കളും കൂടെ ഭാര്യയെ നോക്കി ബോധം വിളിച്ചാൽ നമ്മൾ ഇത്രയേറെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? പച്ചമരത്തോട് ഇതൊക്കെ ചെയ്തെങ്കിൽ പിന്നെ ഉണക്കമരത്തോട് നമുക്ക് പിന്നെ അതിൻ്റെതായ കുറച്ച് സ്വഭാവമെങ്കിലും അവശേഷിക്കുന്നു വരിക. പക്ഷെ യേശുവിന് ബോധത്തിനൊരു സ്വഭാവവും ശിഷ്യന്മാരോ ഇതാ ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് അവിടെയും തീർന്നില്ല. ബാക്കി ശിഷ്യന്മാര് അവിടെ പേടിച്ചു പറഞ്ഞിരിക്കുമ്പോ പത്രോസ് പറഞ്ഞു, ഗുരു ഇത് അങ്ങാണെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നടന്ന്. ബാക്കി ശിഷ്യന്മാരെ വള്ളത്തിൽ ഇരിക്കുമ്പോ പത്രോസ് പറഞ്ഞു, ഞാൻ വെള്ളത്തിന് മീതെ നടന്ന് അങ്ങയുടെ അടുത്തേക്ക് വരട്ടെ. അവിടെയും ഈ പത്രോസിനെ ഞാൻ വല്ലാതെ മുളച്ചു നീക്കുകയാണ്. ബാക്കിയുള്ളതിനെ കുറിച്ചല്ല, ഞാൻ മുളച്ചു നീക്കുന്നു. പത്രോസ് വെള്ളത്തിന് മീതെ നടക്കാൻ വേണ്ടി തുടങ്ങി. നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിൽ താന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നീന്താൻ പത്രോസിന് അറിയുമോ? പത്രോസ് നീന്താൻ അറിയാമോ? നീന്താൻ അറിയുന്ന ബൈബിളിൽ പറയണ്ട. ഒരു ഭാഗത്ത് പുറകുപ്പായി അവൻ അക്കനായോണ്ട് പുറകുപ്പായി ധരിച്ച് വെള്ളത്തിൽ ചാടി നീന്തി ആദ്യം ചെയ്യുന്നു. അപ്പൊ പത്രോസ് നീന്തൽ അറിയാം. നീന്തൽ അറിയാമായിരുന്ന പത്രോസ് എന്ത് വെള്ളത്തിൽ താഴുമ്പോ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വലിയ മുക്കുവനായ പത്രോസ് വെള്ളത്തിൽ താഴ്ന്നതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പത്രോസ് നീന്തൽ അറിയാത്തതുകൊണ്ടല്ല, നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരും. ഇത് അങ്ങാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാം. അതിനർത്ഥം നടന്നുകൊണ്ട് വന്നപ്പോ ഇത് കർത്താവാണ്. താഴാൻ തുടങ്ങിയപ്പോ ഇത് ആരായി മാറി? പഴയ ഭയം, അവിശ്വാസം വന്നു. വീണ്ടും ഇത് ഭൂതം തന്നെയാണെന്ന് ചിന്ത. എന്നാലും പത്രോസ് കർത്താവിനെ വിളിക്കുന്നുണ്ട്. പേടി വരുമ്പോ പലപ്പോഴും നമ്മൾ വിശ്വാസം ഇല്ലെങ്കിൽ കർത്താവെന്നൊക്കെ വിളിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പറഞ്ഞത് അവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? പ്രിയപ്പെട്ടവരെ, പത്രോസ് ദയനീയമായി പരാജയപ്പെട്ടു. ആദ്യകാലങ്ങളിൽ വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന പത്രോസ് വീണ്ടും പരാജയപ്പെടുന്ന മേഖല. യേശു മരിച്ച് അടക്കം ചെയ്തു കഴിഞ്ഞപ്പോൾ പത്രോസ് ഒരിക്കൽ അത്താഴത്തിലിരിക്കുമ്പോൾ ആരോടൊന്നില്ലാതെ സ്വഗതമായിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ആരെയും വിളിച്ചൊന്നുമില്ല, ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഉറക്കെ പറഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ചില വീട്ടിലൊക്കെ അമ്മച്ചിമാരോ അപ്പച്ചന്മാരോ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടി കഴിഞ്ഞാൽ അത്താഴ സമയമാകുമ്പോ ഈ ഭക്ഷണമൊക്കെ കൊണ്ട് മേശപ്പുറത്ത് വെച്ച് അത് വെക്കുമ്പോൾ തന്നെ കുത്തം സ്വരമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അമ്മച്ചിയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, മേശപ്പുറത്ത് ഭക്ഷണം വെച്ചിട്ടുണ്ട്. ആരെയും നോക്കി പറഞ്ഞതല്ല, പക്ഷെ കേൾക്കണവരൊക്കെ. പത്രോസ് അതുപോലെ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. വേറെ ആരെയും പത്രോസ് വിളിച്ചിട്ടില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അതുവരെ കൂട്ടായ്മ ഇല്ലാത്ത ശിഷ്യന്മാർക്ക് എല്ലാം ഇപ്പൊ കൂട്ടായ്മയായി. അവരൊക്കെ പറഞ്ഞു, ഞങ്ങളും പോരുന്നു. പ്രിയപ്പെട്ടവരെ, ദുർബലരായ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തേണ്ട പത്രോസ് ഇതാ ദുർബലരായ ശിഷ്യന്മാരെ കൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പോയി ഉപേക്ഷിച്ച് വന്ന പണിയിലേക്ക് അവരെയും കൊണ്ടുപോവുകയാണ്. അവിടെ ഈ പത്രോസ് ദയനീയമായി പരാജയപ്പെടുന്നുണ്ട്. ഗെത്സമനയിൽ ഈശോ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു ശിഷ്യന്മാരെല്ലാവരും, അവിടെയും നല്ല കൂട്ടായ്മയുണ്ട്. എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ മുടങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയിലെ അന്ന് അപ്പോസ്തലന്മാർ തുടങ്ങി വെച്ച കാര്യം. ഇപ്പൊ കുടുംബ പ്രാർത്ഥനയിലും ബാക്കി നമ്മൾ തുടർച്ചയായി. പത്രോസ് ഉറങ്ങി. ഇപ്പൊ ഇവിടെ യേശു രക്തം വിയർക്കുന്ന സമയത്താണ് പത്രോസും ശിഷ്യന്മാരും ഉറങ്ങി വിശ്രമിക്കുന്നത് എന്ന് ഓർക്കണം. ജീവിതത്തിൽ നമ്മൾ കഠിനമായ വേദനയോടെ കടന്നു പോകുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ ഉറങ്ങി വിശ്രമിക്കുന്ന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ അനേകർക്കുണ്ട്. അനേകർക്ക് ഇനിയും വരും, യാതൊരു സംശയമില്ല. യേശു രക്തം വിയർക്കുമ്പോ ഇവര് ഉറങ്ങി വിശ്രമിക്കുന്നു. അവിടെയും ശിഷ്യന്മാര് പരാജയപ്പെട്ടു. പത്രോസ് പരാജയപ്പെട്ടു. പത്രോസെങ്കിലും ഉറക്കമുളച്ചിരിക്കേണ്ടതായിരുന്നു. അവിടെയും പത്രോസ് പരാജയപ്പെട്ടു. വീണ്ടും താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോ പത്രോസ് ഉടനെ പറഞ്ഞു, നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. അത് ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ അല്പസ്വല്പമെങ്കിലും സഹോദര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പത്രോസ് കർത്താവിനോട് പറയാണ്, കർത്താവെ ഈ രൂപാന്തരപ്പെട്ട കാര്യം ഒന്ന് ബാക്കി എല്ലാവരും അറിയാൻ, ബാക്കി 9 പേര് താഴെയാണ്, അവരെയും കൂടെ ഞാനൊന്ന് കൊണ്ടുവരട്ടെ എന്ന് പത്രോസ് പറഞ്ഞില്ല. സഹോദരന്മാരെ കുറിച്ച് വലിയ കൺസേൺ ഒന്നും ഈ പത്രോസിനില്ല. ഇവിടെ നമുക്ക് കൂടാരം ഉണ്ടാക്കി ഇവിടെ തന്നെ കൂടാം. താഴെയുള്ളവരെ കുറിച്ച് വലിയ ചിന്തയില്ല. അല്പമെങ്കിലും സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടിരുന്നവരെ കർത്താവെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞില്ല. അവിടെയും പത്രോസ് പരാജയപ്പെടുകയാണ്. ഇവിടെ ഇത്രയും സംഭവങ്ങള് പെന്തക്കോസ്തായിക്ക് മുമ്പുള്ള പത്രോസിന്റെ ജീവിതമാണ്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പുള്ള പത്രോസിന്റെ ജീവിതം. പരാജയങ്ങൾ, ദയനീയമായ പരാജയങ്ങൾ. ബാക്കി അപ്പോസ്തലന്മാരെ കുറിച്ച് ഇത്രയും പരാജയം രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം ഈ പത്രോസിന്റെ ജീവിതം എന്താണ്? ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 11 മുതൽ 14 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പത്രോസിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു.
വിജാതീയ ക്രിസ്ത്യാനികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പത്രോസ് അപ്പോസ്തലൻ യഹൂദ ക്രിസ്ത്യാനികൾ വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പാതി വഴിക്ക് നിർത്തിയിട്ട് പത്രോസ് പെട്ടെന്ന് പുറത്തിറങ്ങി കൈ കഴുകി. വിജാതിയരുടെ കൂടെ, വിജാതി ക്രിസ്ത്യാനികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ യഹൂദ ക്രിസ്ത്യാനികൾ എന്ത് വിചാരിക്കുമെന്നൊരു പേടി കാരണം പത്രോസ് പെട്ടെന്ന് ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം പറയുന്നുണ്ട്, കേപ്പായുടെ ഈ നടപടി അനേകം വിജാതിയർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ പത്രോസിനെ തിരുത്തിയെന്ന്. പൗലോസ് അപ്പോസ്തലൻ തിരുത്തുക മാത്രമല്ല, ഗലാത്യ ലേഖനത്തിൽ എഴുതി വെക്കുകയും കൂടി ചെയ്തു, ഞാൻ പത്രോസിനെ തിരുത്തി എന്ന് പറഞ്ഞ്. പെന്തക്കോസ്തായ്ക്ക് ശേഷവും പ്രിയപ്പെട്ടവരെ, ഇതാ ഈ പത്രോസിൽ ബലഹീനത, ഭയം അവശേഷിക്കുന്നു. ഇവിടെ നമുക്കറിയാവുന്ന സഭാ പാരമ്പര്യത്തിൽ പറയുന്ന കാര്യം, കോവാദീസ് എന്ന സിനിമയുടെ പശ്ചാത്തലം. മതമർദ്ദനം നടക്കുമ്പോൾ പത്രോസ് അവിടുന്ന് ഓടി ഒളിക്കാൻ വേണ്ടി പോകുമ്പോൾ യേശു ഇതാ കുരിശ് വഹിച്ചുകൊണ്ട് റോമിലേക്ക് പോകുന്നു. അതിന്റെ പശ്ചാത്തലം നമുക്ക് അറിയാലോ, നീ ഓടി രക്ഷപ്പെടുന്നുണ്ട്, ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടാൻ വേണ്ടി ഞാൻ പോകുന്നു. സഭയുടെ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പേടിച്ചു പോകുന്ന പത്രോസിനെ കുറിച്ച്. പെന്തക്കോസ്തായ്ക്ക് ശേഷവും പേടിച്ച് ഓടി പോകുന്ന പത്രോസ് അപ്പോസ്തലൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ പാപപ്രവൃത്തികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ബലഹീനതകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്താണ് ഈ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ കർത്താവ് തരുന്നത്? ഇത്രയേറെ ബലഹീനതകൾ ഉണ്ടായിരുന്നിട്ടും, ഇത്രയേറെ അവിശ്വസ്തത ഉണ്ടായിരുന്നിട്ടും, ഇത്രയേറെ കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ഇതേ പത്രോസ് തന്നെയാണ് സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ. ഈ മാർപ്പാപ്പയെ, ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ് തന്നെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്ത്? കുരിശിന്റെ ചോട്ടിൽ വിശ്വസ്തയോടെ നിന്ന് യോഹന്നാൻ സ്ലീഹനെ മാർപ്പാപ്പയാക്കിയില്ല. പരിശുദ്ധ അമ്മയുടെയും ഭക്തസ്ത്രീകളുടെയും കൂടെ അപ്പോസ്തല ഗണത്തിൽ നിന്ന് 100% വിശ്വസ്തത പുലർത്തി കുരിശിന്റെ ചുവട് നിൽക്കുന്ന യോഹന്നാൻ സ്ലീഹൻ മാത്രമേ ഉള്ളൂ. യോഹന്നാൻ സ്ലീഹൻ അല്ല മാർപ്പാപ്പയാക്കിയത്, മറിച്ച് ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച, ദയനീയമായി പരാജയപ്പെട്ട പത്രോസ് സ്ലീഹനെ മാർപ്പാപ്പയാക്കി. എന്തുകൊണ്ട് എന്നതിന് ഉത്തരം ഹെബ്രായ ലേഖനത്തിൽ 4ഉം 5ഉം അധ്യായങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഹെബ്രായ ലേഖനം പറയുന്നു, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും ബലഹീനരോടും കാരുണ്യത്തോടും പെരുമാറാൻ അവന് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസിനോട് കരുണ കാണിച്ച കർത്താവ് ആ കരുണ ഇന്നും തുടരുകയാണ്. വേറെ ആരും സമ്മതിച്ചില്ലെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കറിയാലോ, ഈ പത്രോസിനോട് കരുണ കാണിച്ചതുപോലെ എത്രയോ അധികം കർത്താവ് കരുണ കാണിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കർത്താവിനായിരിക്കുന്നത്. 7 കൂദാശകളുള്ളതിൽ തിരുപ്പട്ടവും മാമോദീസായി സ്ഥൈര്യലാപനവും ഓരോ പ്രാവശ്യവും മാത്രം സ്വീകരിക്കുന്ന കൂദാശയായിട്ട് സഭ വെച്ചു, കർത്താവ് വെച്ചു. പക്ഷെ കുംഭസാരം എന്ന കൂദാശ മാത്രം എത്ര പ്രാവശ്യം സ്വീകരിച്ചാലും, വിശുദ്ധ കുർബാന പോലും ഒരു ദിവസം 1 സ്വീകരിച്ചാൽ മതി എന്നൊക്കെ ഒരു ദൈവമുണ്ട്. പക്ഷെ കുംഭസാരം മാത്രം എത്ര സ്വീകരിച്ചാലും കുഴപ്പമില്ല. രാവിലെ കുംഭസാരിച്ചാൽ ഉച്ചയ്ക്ക് വീണ്ടും കുംഭസാരിക്കാം, ഉച്ചയ്ക്ക് കുംഭസാരിച്ചാൽ വീണ്ടും വൈകുന്നേരം കുംഭസാരിക്കാം. ഇത് കർത്താവിന്റെ കരുണയാണ് പ്രിയപ്പെട്ടവരെ. ഒരുവൻ പോലും, ഈ ചെറുതിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കരുണ ചൊരിയാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. കുംഭസാരക്കുള്ളിൽ കർത്താവ് കാത്തിരിക്കുന്നു. വിശുദ്ധ വെളിപ്പെടുത്തി കർത്താവ് കാത്തിരിക്കുന്നു. എന്റെ ദൈവമേ എന്നൊന്ന് വിളിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം കണ്ടു, കായൻ കർത്താവോട് പറഞ്ഞു, കർത്താവ് ഇത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്, ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കായന്റെ മേൽ കർത്താവ് മുദ്രയിട്ടു. ഇന്ന് ഈ ഡിവൈമേഷൻ സൈനിൽ വന്ന് കർത്താവിന്റെ കരുണയിൽ ശരണം വെച്ച് നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് സാമ്പത്തിക മേഖല കടബാധ്യത ആയിരിക്കാം, നമുക്ക് താങ്ങാൻ വയ്യാത്ത ഭാരം, അത് കർത്താവിന് കൊടുത്താൽ കർത്താവ് അതിന്റെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയും. പഠന മേഖലയിലെ പ്രശ്നമാണെങ്കിൽ കർത്താവ് കരുണ ചൊരിയും. ബിസിനസ് മേഖലയിലെ പ്രശ്നമാണെങ്കിൽ കർത്താവ് കരുണ ചൊരിയും. ആത്മീയ മേഖലയിലെ പ്രശ്നമാണെങ്കിൽ കർത്താവ് കരുണ ചൊരിയും. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും കരുണ വർഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിവർന്നിരുന്ന് കണ്ണുകളടച്ച് കരങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ശപിക്കപ്പെട്ടവനായ കായന്റെ മേൽ മുദ്ര പതിച്ച കർത്താവ്, നശിപ്പിക്കപ്പെടാൻ വേണ്ടി മാറ്റിവെച്ച നിനവേ നഗരവാസികൾ അനുദപിച്ചപ്പോൾ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, കരുണയോടെ അവരുടെ അകൃത്യങ്ങളെല്ലാം പൊറുത്ത കർത്താവ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തരുടെ മുറിവുകൾ ഉണക്കാം എന്ന് പറഞ്ഞ കർത്താവ്.
തിരിച്ചു വന്ന ധൂർത്തപുത്രന് വേണ്ടി പുതുവസ്ത്രങ്ങൾ കരുതി വെച്ച് വിരുന്നൊരുക്കി കർത്താവ് ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ സംഭവിച്ച പത്രോസിനെ തന്നെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പിയാക്കി ഉയർത്തിയ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും തള്ളിക്കളയപ്പെടുകയില്ല. സിസ്റ്റർ ഫൗസ്റ്റിന ഡയറി കർത്താവ് പറഞ്ഞു, ലോകമുള്ള എല്ലാ പാപികളോടും പറയുകയെ, നിങ്ങൾ എത്ര കഠിന പാപികളാണെങ്കിലും നിങ്ങളെ ഉൾക്കൊള്ളാനും മാത്രം കർത്താവിന്റെ കരുണ വലുതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രത്യേക നിയോഗങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി കണ്ണടച്ച് തന്നെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടുവാൻ, ഈ ഒരു ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ സഭയുടെ മേൽ കരുണ വർഷിക്കപ്പെടുവാൻ കൈകൾ ഉയർത്തിയിരിക്കും കൂടി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തിയ കർമ്മയോട് ചേർന്ന് സ്വന്തം ജീവിതത്തിൽ നിയോഗങ്ങളെ സമർപ്പിക്കുക. കർത്താവേ, ബലിവേദിയിൽ അർപ്പിക്കപ്പെടുന്ന കാഴ്ചവസ്തുക്കളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈ ഡിവൈൻ സൈഡ് പ്രത്യേകം സമർപ്പിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാ നേതൃത്വം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തകർച്ചകളും വേദനകളുമായി ഇന്ന് ഈ ആലയത്തിൽ കിടന്ന സകല മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കായലിന്റെ മേൽ മുദ്രയിട്ടതുപോലെ, നിലവയുടെ മേൽ ശാപം മാറ്റുന്നത് പോലെ, പത്രോസിന്റെ കുറവുകൾ മാറ്റി പത്രോസിനെ ശക്തിപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ മേലും കരുണ വർഷിക്കണമേ, ഞങ്ങളുടെ മേലും കരുണ വർഷിക്കണമേ. എഴുന്നേറ്റ് നിന്ന് കാർസോ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ബലിവേദിയിലേക്ക് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കാം.